വെൽക്കം ടു ഐപ്ലസ്. മൈക്രോ ഇക്കണോമിക്സ് ഏരിയയിൽ നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, the pragmatic approach to demand analysis mainly emphasizes option A, cardinal utility, option B, observed consumer behavior, option C, psychological satisfaction, and D, ethical consumption. Pragmatic approach ആണല്ലേ ഡിമാൻഡ് അനാലിസിസിലെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്. ഓക്കെ, അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഒബ്സർവ്ഡ് കൺസ്യൂമർ ബിഹേവിയർ ഇസ് ദി റൈറ്റ് ആൻസർ. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസിൽ പറയുന്നത് കൺസ്യൂമറിന്റെ ഒബ്സർവ്ഡ് ബിഹേവിയറിനെ കുറിച്ചാണ്. എന്തൊക്കെയായിരുന്നു പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ നമ്മൾ പഠിച്ചത്? CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെ, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിമാൻഡ് തിയറി, ഇങ്ങനെയുള്ള തിയറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡൽ ആയിരുന്നു പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് കൺസ്യൂമറുടെ ഒബ്സർവ്ഡ് ബിഹേവിയർ ആണ് അനലൈസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ദ നെർലോസ് പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ actual demand adjust. Option A, fully in one period. B, partially towards desired demand. C, independently of past demand. And D, only in the long run. ഇതും പ്രാഗ്മാറ്റിക് അപ്രോച്ചിലെ ഒരു മോഡലാണ് അല്ലെ. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പളും ആൻഡ് ഹൗതാക്കറിന്റെ മോഡലും. അപ്പൊ അതില് നെർലോവിന്റെ പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡലില് ആക്ച്വൽ ഡിമാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനോടാണ്? പാർഷ്യലി ടുവേർഡ്സ് ഡിസൈഡ് ഡിമാൻഡ്. അതായത് ഡിസൈഡ് ഡിമാൻഡ് പാർഷ്യലി മാത്രമാണ് അല്ലെ, ഓരോ വർഷവും കുറച്ച് കുറച്ചായിട്ട് മീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ആക്ച്വൽ ഡിമാൻഡിലോട്ട് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നെർലോവിന്റെ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അറ്റ് ടൈം അല്ല, അല്ലെങ്കിൽ ഈ മാസത്തെ ഇൻകം ഉപയോഗിച്ചിട്ടല്ല നമ്മൾ വിചാരിച്ച ഒരു സാധനം വാങ്ങുന്നത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു 4-5 മാസത്തെ വരുമാനം കൂട്ടിവെച്ച്, അല്ലെങ്കിൽ ആ ഓരോ മാസവും കുറച്ച് അക്വയർ ചെയ്ത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എൻഡിലാണ് നമ്മൾ ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് അച്ചീവ് ചെയ്യുക. അപ്പോ പാർഷ്യലി മാത്രമാണ് അല്ലെ ഓരോ മാസവും ആ ഒരു, ഇപ്പം നമുക്ക് വേണ്ടത് ഒരു 30 ക്വാണ്ടിറ്റി നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ മാസവും 5 വാങ്ങാന്നുള്ള പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഓരോ മാസവും 5 എണ്ണം മേടിച്ചു, അടുത്ത മാസത്തെ സാലറി കിട്ടും അടുത്ത 5 എണ്ണം മേടിച്ചു, അങ്ങനെ 30ലേക്ക് എത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഇവിടെ എറ്റ് ടൈം അല്ല നമുക്ക് ആവശ്യമുള്ള ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, പകരം പാർഷ്യലി ടുവേർഡ്സ് ദ ഡിസൈർഡ് ഡിമാൻഡിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. Then Howthaker's and Taylor's model is associated with the option A, habit formation, option B, constant elasticity, C, revealed preferences, and D, Cobb-Douglas demand. Howthaker and Taylor. ഏതാണ് correct answer? is option A, habit formation. ഹൗതാക്കർ ആൻഡ് ടൈലറിന്റെ മോഡലും ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിൽ പറഞ്ഞതുപോലെ തന്നെ നെർലോവിന്റെ മോഡൽ കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പൾ ആണ്, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് പെർസിസ്റ്റന്റ് പ്രിൻസിപ്പൾ ആണ് ഹൗതാക്കർ മോഡൽ എന്ന് പറയാം. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസിന് നമ്മൾ നെർലോവിന്റെ മോഡലും ഹൗതാക്കറിന്റെ മോഡലുമാണ് ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അതിൽ നെർലോവിന്റെ മോഡലിൽ പറയുന്നത് എന്താണ്? ഒരു ഡിസൈഡ് ലെവൽ ഓഫ് സ്റ്റോക്ക്, ദാറ്റ് ഇസ് ഡ്യൂറബിൾ കമോഡിറ്റീസിന്റെ കേസിലാണ് നമ്മൾ നെർലോവിന്റെ മോഡൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നോൺ ഡ്യൂറബിൾ കമോഡിറ്റീസിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഹൗതാക്കർ മോഡലാണ് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് ഡിസൈഡ് ലെവൽ ഓഫ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് അച്ചീവ് ചെയ്യുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പാസ്റ്റില് നമ്മളുടെ കൺസംഷൻ ഹാബിറ്റ് രൂപപ്പെട്ടിട്ടുണ്ടാവും. പാസ്റ്റ് ഇൻകത്തിന്റെ ബേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു കൺസംഷൻ ഹാബിറ്റ് ഉണ്ടാവും. അത് നമ്മളെ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിലും നമ്മുടെ കൺസംഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹൗതാക്കറിന്റെ ഹാബിറ്റ് പെർസിസ്റ്റന്റ് ഹൈപ്പോതെസിസിൽ പറയുന്നത്. Then LES belongs to which class of demand analysis? A, Marshallian analysis. B, indirect utility.
C. Additive preferences, and D. Revealed preferences. LES, linear expenditure system, which belongs to option C. Additive preferences. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിന് നമുക്കറിയാം ഡിഫറെന്റ് കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന കമ്മോഡിറ്റീസിനെ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ആൻഡ് ഈച്ച് ഗ്രൂപ്പിൽ നിന്നും ഒരു മിനിമം സബ്സിസ്റ്റൻസ് കൺസ്യൂം ചെയ്യും എന്നതിന്റെ അസംഷനിലാണ് LES എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈച്ച് ഗ്രൂപ്പിലെയും ആ മിനിമം സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കൺസ്യൂമറിന്റെ ഡിമാൻഡ് കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. Then a risk averse consumer prefers option A, fair gamble to certain income, B, certain income to fair gamble, C, gamble with higher variance, and D, zero income. റിസ്ക് അവേഴ്സ് ആണ്. റിസ്കിലേക്ക് എത്തി. നമ്മൾ ഡിമാൻഡ് അനാലിസിസ് കഴിഞ്ഞു റിസ്ക് പ്രിഫറൻസിലേക്ക് എത്തി. സോ റിസ്ക് അവേഴ്സ് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? റിസ്ക് അവേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഒരു ഗാംബിളിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. സോ ദേ പ്രിഫർ സർട്ടൻ ഇൻകം ടു ഫെയർ ഗാംബിൾ. Then the bandwagon effect is mainly associated with the A, individualistic consumption behavior, B, demonstration effect, C, conspicuous consumption, and D, inferior goods. Bandwagon effect. Right answer is option B, demonstration effect. അല്ലെ, അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു നമ്മളെ തൊട്ട അയൽവക്കത്തുള്ള ആൾക്കാരുടെ കൺസംഷൻ ബിഹേവിയർ അനുകരിച്ച് കൺസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഇസ് ഡെമോൺസ്ട്രേഷൻ ഇഫക്ട്. അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബാൻഡ്വാഗൺ ഇഫക്റ്റുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയാം. ഇത് നമ്മുടെ മാക്രോ ഇക്കണോമിക്സിൽ ഒരു ഏരിയ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ. യെസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് അല്ലെ ഡെമോൺസ്ട്രേഷൻ എഫക്ട്. അതുകൂടാതെ നമ്മളിവിടെ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ബാൻഡ്വാഗൺ എഫക്ട്, സ്നോബ് എഫക്ട്, അങ്ങനെ കുറച്ച് എഫക്റ്റുകളുടെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ് ഈ ഒരു ഏരിയ. അപ്പൊ നമുക്കത് മാക്രോ ആയിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. A consumer buys an expensive car mainly to show wealth and status. This behavior reflects A, bandwagon effect, B, snob effect, C, Veblen effect, and D, income effect. Consumer buys an expensive car mainly to show wealth and status. എക്സ്പെൻസീവ് കാറാണ് പർച്ചേസ് ചെയ്യുന്നത്. വെൽത്തും സ്റ്റാറ്റസും കാണിക്കാനായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ എക്സ്പെൻസീവ് കാർ അല്ലെ, ദാറ്റ് ഇസ് വെബ്ലൻ എഫക്ട്. ലോ കോസ്റ്റ് ഗുഡ് അവൈലബിൾ ആയിരിക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവൈലബിൾ ആയിരിക്കെ നമ്മൾ ഹയർ പ്രൈസ്ഡ് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതിന് എന്ത് വിളിക്കാം? വെബ്ലൻ എഫക്ട് എന്ന് വിളിക്കാം. കൺസ്യൂമർ ബൈസ് ആൻ എക്സ്പെൻസീവ് കാർ അല്ലെ മെയിൻലി ടു ഷോ ദെയർ വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റില് a downward sloping isoquant implies factor substitutability. Second statement, perfect substitutes yield straight line isoquant. Option A, both A and R are true and R correctly explains D. B, both A and R are true but R does not explain A. C, A is true but R is false. And D, A is false but R is true. നോക്കാം. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഐസോക്വാണ്ട് കാണിക്കുന്നത് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് അല്ലെ. നോർമൽ ഐസോക്വാണ്ട് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. സോ ദാറ്റ് ഇംപ്ലൈസ് എ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, എ സിറ്റുവേഷൻ ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. ഇനി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അല്ലെ, നോർമൽ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പറഞ്ഞു, ദെൻ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഐസോക്വാണ്ടിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഐസോക്വാണ്ട് അല്ലെങ്കിൽ ഒരു ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഐസോക്വാണ്ട് ആയിരിക്കും എന്ന് പറയാം. നേരെ മറിച്ച് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിലാണെങ്കിലോ അവിടെ ഐസോക്വാണ്ട് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കേസിൽ ഐസോക്വാണ്ട് വരുന്നത് എപ്പോഴും ഏത് രൂപത്തിലായിരിക്കും? കോംപ്ലിമെന്ററി ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ എൽ ഷേപ്ഡ് ഐസോക്വാണ്ട് ആയിരിക്കും ആ സാഹചര്യത്തിൽ വരിക അല്ലെ. സോ ഇവിടെ നമ്മള് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഐസോക്വാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് കാണിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ സ്ട്രെയിറ്റ് ലൈൻ ഐസോക്വാണ്ട് ആയിരിക്കും. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 1ന്റെ റീസൺ അല്ല സ്റ്റേറ്റ്മെന്റ് 2. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ.
Then concept and explanation ആണ് match the following. കോൺസെപ്റ്റിൽ കൊടുത്തിരിക്കുന്നത് economies of scope, returns to scale, diminishing return and long run average cost envelope. And explanation corresponding ആയിട്ട് മാച്ച് ചെയ്യാനാണ് കേട്ടോ. എക്സ്പ്ലനേഷനിൽ മിസ്മാച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. joint production ഉണ്ട്, proportional input changes ഉണ്ട്, one factor fixed and tangency with short run average cost. ഓക്കെ, ഇവിടെ റൈറ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ. എന്നിട്ട് ചുരുക്കം പറഞ്ഞാൽ തന്നിരിക്കുന്നത് തന്നെ ശരിയാണെന്ന് നമുക്ക് പറയാം. എന്താണ് എക്കോണമീസ് ഓഫ് സ്കോപ്പ് ഇംപ്ലൈ ചെയ്യുന്നത്? ജോയിന്റ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. കമ്മോഡിറ്റീസ് ജോയിൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി കോസ്റ്റ് കുറക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ ഇൻപുട്ടും അറ്റ് എ ടൈം ചേഞ്ച് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ കാണിക്കുന്നതോ ഷോർട്ട് റൺ ആണ്. സോ വൺ ഫാക്ടർ ഫിക്സഡ് ആയിരിക്കും. ദെൻ LRAC ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകളെ എൻവലപ്പ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണ് അല്ലെ. സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ദെൻ മാർക്കറ്റ് സ്ട്രക്ചറിലോട്ട് എത്തി. റിഗാർഡിംഗ് മൊണോപ്പൊളി, മൊണോപ്പൊളി ഹാസ് നോ യുണീക് സപ്ലൈ കർവ്. സ്റ്റേറ്റ്മെന്റ് 2 MR lies below AR. Statement 3 monopoly price may be lower than competitive price. And fourth one, deadweight loss arises due to underproduction. Option A 1, 2, 4. Option B 1, 3, 4. Option C 2, 3 only. And D 1, 2, 3 and 4. Correct statements identify cheyananu regarding monopoly. കറക്റ്റ് ആണെന്ന് ഉറപ്പുള്ളത് ആദ്യം ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് ഓപ്ഷനിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് നോക്കാം. ഇവിടെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അതായത് ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മൊണോപ്പൊളി പ്രൈസ് മേ ബി ലോവർ ദാൻ കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്നുള്ളതാണ്. അത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാവുന്ന കാര്യമാണ് റോങ് ആണെന്നുള്ളത് അല്ലെ. കാരണം എന്താണ്, മൊണോപ്പൊളി പ്രൈസ് എപ്പോഴും കോമ്പറ്റീറ്റീവ് പ്രൈസിനേക്കാൾ ഹയർ ആയിരിക്കും. ബിക്കോസ് മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ ഇവിടെ സിംഗിൾ സെല്ലർ ആണ് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്മോഡിറ്റിക്ക് ഹയർ പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. അത് കമ്പയർ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും അല്ലെ, ഒളിഗോപ്പൊളി ആണെങ്കിലും മൊണോപ്പൊളിസ്റ്റിക് ആണെങ്കിലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മൊണോപ്പൊളി പ്രൈസ് ഹയർ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് തേർഡ് വൺ റോങ് ആണെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പൊ തേർഡ് വൺ റോങ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് 1, 2 and 4 സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇതേ ഓപ്ഷൻസിലോട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഓപ്ഷൻ എ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും 3 കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ എ ആണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രൂ ഓപ്ഷൻ എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നതാണ് ഓരോ സ്റ്റേറ്റ്മെന്റ്സിന്റെയും. അപ്പൊ അത്രയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പോർഷൻ 1 അല്ലെങ്കിൽ യൂണിറ്റ് 1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞു MCQ സീരീസ് ആയിരുന്നു. Okay, so useful ആയെന്ന് വിചാരിക്കുന്നു. Thank you so much.